എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. INTUCയുടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി യോഗം ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലൊന്ന് 12 വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാർ രാജ്യത്താകമാനം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഇരകളായി തീർന്നത് തൊഴിലാളികളാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാലം. 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളാക്കി 2019 പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെ പാസാക്കി രാജ്യത്ത് നടപ്പാക്കുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി, വ്യത്യസ്തമായി ഓരോരോ സംഘടനകൾ വേറെയും നിരവധിയായ സമര പോരാട്ടങ്ങൾ നടത്തുന്നു. ലേബർ കോഡുകൾ കേന്ദ്ര ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ലേബർ എന്ന കൺകറൻറ്റ് സബ്ജക്റ്റിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ INTUC സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഈ ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ വളരെ കൂലങ്കഷമായ ചർച്ചകൾ ആവശ്യമാണ്. കാരണം ലേബർ എന്ന് പറയുന്നതൊരു കേന്ദ്ര സംസ്ഥാന സബ്ജക്റ്റ് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ചട്ടങ്ങൾക്കകത്ത് കേരളത്തിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാടുകൾ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ 10 ദിവസത്തിനകം തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോയ ബഡ്ജറ്റിനെ കുറിച്ചുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ INTUC, CITU, AITUC, STU, BMS അടക്കമുള്ള സംഘടനകളുടെ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ലേബർ കോഡിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് തൊഴിലാളി സംഘടനകളുമായി എക്സ്റ്റൻസീവായിട്ടുള്ള ചർച്ചയുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് തൊഴിൽ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയായി സംസാരിക്കുകയും 4 ലേബർ കോഡുകളെ സംബന്ധിച്ച് INTUCക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വിശദമായ ഒരു ചർച്ചയ്ക്ക് ഗവൺമെൻറ് രൂപം കൊടുക്കുകയും ആ ചർച്ച അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ ഇന്നലെ തന്നെ ഒരു അമേരിക്കൻ കമ്പനി, മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ കമ്പനി കോഴിക്കോടും എറണാകുളത്തും ജോലിക്കിരുന്ന് തുടങ്ങിയ പെൺകുട്ടികളടക്കമുള്ള 800-ലധികം ആളുകളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭയാനകമായ ഒരു ചിത്രം. അത്തരം നിലപാടുകൾ പണ്ട് TCS അടക്കമുള്ള കമ്പനികൾ അവിടെ അനുവർത്തിച്ചപ്പോൾ ടെക്നോ പാർക്കിലേക്ക് തിരുവനന്തപുരത്ത് INTUC സംസ്ഥാന കമ്മിറ്റിയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉള്ളപ്പോൾ ആ ടെക്നോ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഞാൻ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? തൊഴിലാളി വിഷയങ്ങളെ രാഷ്ട്രീയമായിട്ടല്ല ഒരിക്കലും INTUC കാണുന്നത്. ആ ആവശ്യങ്ങൾ ഏത് ഗവൺമെൻറ്റാണെങ്കിലും അത് കൃത്യമായ നിലപാടെടുക്കാനുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് INTUC പ്രസ്ഥാനം എല്ലാ കാലത്തും പോയിട്ടുണ്ട്. നിങ്ങളുടെ രേഖകൾ ആർക്കൈവ്സ് പരിശോധിച്ചാൽ അറിയാം. കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ 14 സമരങ്ങൾ നടത്തിയ സംഘടനയാണ് INTUC, കേരള സംസ്ഥാന INTUC. അതിൻ്റെ രേഖകളും ഡോക്യുമെൻറ്റുകളെല്ലാം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്രമായ സമരപരിപാടികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഗവൺമെൻറ് പുതിയതായി അധികാരത്തിൽ വരുമ്പോൾ ഒട്ടനവധി നിവേദനങ്ങളും ഒട്ടനവധി മുറവിളികളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ആകെത്തുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ പതനമാണ്. പരമ്പരാഗത വ്യവസായ മേഖലകളുടെ പൂർണ്ണമായ പതനമാണ്. എന്തിനേറെ ബാംബു കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ചിരപുരാതനമായ പരമ്പരാഗത സംവിധാനം അത് പൂർണ്ണമായി അടച്ചുപൂട്ടി. നിരവധി കമ്പനികൾ അങ്ങനെ അന്നം കിട്ടുന്നതിന് വേണ്ടി നാമമാത്രമായി തൊഴിൽ ചെയ്യുന്ന മേഖലകൾ പോലും പൂർണ്ണമായി സ്തംഭിച്ചു പോയി.
ഒരു തൊഴിൽശാല അടഞ്ഞു പോയാൽ ആ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ പോലും നമുക്ക് ആർക്കും കഴിയാത്തൊരു സാഹചര്യം വരും. മാധ്യമങ്ങൾ പോലും അവിടെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തൊഴിലാളിയുടെ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്ത് ആ ഒരു കുടുംബമാണ് വഴിയാധാരമാകുന്നത് എന്നുള്ള ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് INTUC കാര്യത്തിൽ ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ലേബർ കോഡുകളുടെ ചട്ടങ്ങൾ തീരുമാനിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റുമായി ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചു. മാത്രവുമല്ല, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള 10 വർഷക്കാലത്തെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തുന്നതിന് നിങ്ങൾ ആലോചിക്കണം, ഇടതുപക്ഷ ഗവൺമെൻറ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തുന്നതിൽ ഇന്ത്യയിലെ 1ാം സ്ഥാനത്ത് എത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്ന സഖാവ് P. രാജീവ് യൂറോപ്പിൽ ദാവോസിൽ നടന്ന അന്തർദേശീയ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രിയായിരിക്കുന്ന പീയൂഷ് ഗോയലിന്റെ കയ്യിൽ നിന്ന് 1ാമത്തെ അവാർഡ് വാങ്ങിക്കാൻ പോയി എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ഈ മേഖലയിലെ തൊഴിലാളികളുള്ള സമീപനം. വൈദ്യുതി ബോർഡിൽ ടോട്ടക്സ് മോഡൽ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് സഖാവ് ഇളമരം കരീമും ഞാനും അന്തരിച്ചുപോയ സഖാവ് കാനൻ രാജേന്ദ്രനും കൂടി അതിശക്തമായി എതിർത്തിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഓരോ മേഖലയിലും KSRTC അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം ഈ മേഖലയിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയണമെന്നാണ് INTUC സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം. അത് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും അറിയിക്കുന്നത്. രണ്ടാമത് എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനം കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി 2025 നവംബർ മാസം 1-ാം തീയതി കേരളത്തിലെ 14 ജില്ലാ INTUC കമ്മിറ്റികളിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും 4ാമത് പ്രാവശ്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം. 3 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു. ഓരോ യൂണിയന്റെയും മെമ്പർഷിപ്പും റെക്കോർഡുകളും പരിശോധിച്ച് കേന്ദ്ര സംസ്ഥാന അഫിലിയേഷൻ ഫീസിന്റെ കുടിശ്ശിക തീർത്ത് ഓരോ യൂണിയനുകളുടെയും ജനറൽ ബോഡികൾ കൂടി ഡെലിഗേറ്റുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഡെലിഗേറ്റുകൾ, നിങ്ങളൊരു പക്ഷേ ചില മാധ്യമ പ്രവർത്തകർ ഓർക്കുന്നുണ്ടാകും, തൃശ്ശൂരിലാണ് 2012 ആദ്യമായി കേരള INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ബാലറ്റ് വെച്ച് നിരയായി ആളുകൾ നിന്ന് വോട്ട് ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിവേകോദയം സ്കൂളിലാണ് നടന്നത്. അതിനുശേഷം 2 തെരഞ്ഞെടുപ്പുകൾ കൂടി കഴിഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും ചില ആളുകൾ പോയി കോടതിയിൽ പോകും. അതൊക്കെ പിന്നീട് കോടതി തീർപ്പ് കൽപ്പിച്ചു പോകും. റെക്കോർഡുകളില്ലാത്തവർ, INTUCയുടെ പേര് പറഞ്ഞ് നടക്കുന്നവർ കുറേ ആളുകളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് INTUCയിൽ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി കഴിഞ്ഞ 28-ന്, ഈ ജൂൺ മാസം 28-ന് തീരുമാനിച്ചതനുസരിച്ച് ആദ്യം ബേസ് ഇയറായി എടുക്കുന്നത് 2024 ആയിരുന്നു. എന്നാൽ ഈ വർക്കിംഗ് കമ്മിറ്റി അത് 2025 തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയും ഇവിടെ നടക്കുകയും 2025 അടിസ്ഥാന വർഷത്തിൽ വെച്ച് റെക്കോർഡുകളും അഫിലിയേഷനും പൂർത്തീകരിക്കുന്ന യൂണിയനുകളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് സംസ്ഥാന ജനറൽ കൗൺസിലേക്കും ജില്ലാ ഡെലിഗേറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്നത്തെ കമ്മിറ്റി സുപ്രധാനമായ തീരുമാനമെടുത്തു. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കാണുമെന്നറിയാം, എന്നാൽ നിങ്ങളെ അറിയിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന പ്രസിഡന്റായ അതിപ്പോ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ അതല്ല എൻ്റെ ടാർഗറ്റ്. നമ്മളെ ചുമതലപ്പെടുത്തിയേക്കുന്നത് തീരുമാനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അല്ല, INTUC സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന യോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിട്ട് നേതൃത്വം കൊടുക്കാൻ നിലനിർത്തിയിട്ടുണ്ട്. അത് ഐക്യമുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ പശുമണ്ടി വിഷയത്തിൽ സർക്കാർ അനുമതി കൊടുത്തുള്ളൂ. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. താമസത്തിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം
തിരുത്താൻ സഹയോഗം എൽ സർക്കാരുള്ള കാലത്ത് താങ്കളെ അനുമതി കൊടുത്തില്ല. പുതിയ സർക്കാർ വരുമ്പോഴാണ് അനുമതി കൊടുക്കുന്നത്. ഈ കോൺഗ്രസിന്റെ പോഷക സംഘടന നിങ്ങളെ താമസിച്ച കോൺഗ്രസ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് മാധ്യമ ചർച്ചകൾ വരുമ്പോഴാണ്, അല്ലേ? നമ്മളൊക്കെ എല്ലാവരും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ഏത് സ്ഥാനം വഹിക്കുമ്പോഴും ആരോപണങ്ങൾ വന്നാലും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഈ പൊതു സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവർ. അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച ഓരോ വ്യക്തികളെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാൻ ഈ വ്യക്തികൾക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനം നമ്മൾ അംഗീകരിക്കുന്ന ബഹുമാനിക്കും. 4th സ്റ്റേറ്റാണ്. ആ സ്ഥാനം വെച്ചുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത്. അതിൽ ചില മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതലുള്ള പല നേതാക്കന്മാരും അങ്ങനെ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അത് ഞങ്ങൾ കണ്ടു നിന്നവരുമാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ ഒരു കശുവണ്ടി വികസന കോർപ്പറേഷനിലെ 2005 മുതൽ 15 വരെ നടന്ന 10 വർഷക്കാലത്തെ അന്വേഷണമാണ്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരരുത്. അതുകൊണ്ട് ആ 2005 മുതൽ 15 വരെയുള്ള 10 വർഷക്കാലഘട്ടങ്ങളിൽ 2005 മുതൽ 2005 ശേഷം 2011 വരെയുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു. ആ ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്ത് സഖാവ് PK ഗുരുദാസൻ, CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് PK ഗുരുദാസനായിരുന്നു കശുവണ്ടിയുടെ ചുമതലയുള്ള മന്ത്രി. അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു, സഖാവ് E കാസിം. അദ്ദേഹമാണ് ഈ കേസിൽ 2ാം പ്രതിയായിട്ട് കുറ്റാരോപിതനായി വന്നത്. അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് ആ 2ാം പ്രതി സ്ഥാനോട് ഒഴിഞ്ഞു കിടക്കുകയാണ്. 1ാം പ്രതി ഈ വർഷങ്ങളിലെല്ലാം മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ രതീഷാണ്. അപ്പോൾ 3ാമത്തെ പ്രതിയായിട്ട് R ചന്ദ്രശേഖരൻ എന്ന കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനായി 2012 മുതൽ 2015 വരെ ആ സ്ഥാനം വഹിച്ച ഞാനാണ്. 4ാമതൊരു പ്രതിയുള്ളത് ഈ സ്ഥാപനത്തിലേക്ക് കശുവണ്ടി തോട്ടണ്ടി കൊടുത്ത ഒരു കോൺട്രാക്ടറാണ്. ഇതാണ് ഞാൻ പറയുന്ന വസ്തുത. അപ്പം ഈ വസ്തുതയിൽ നമ്മൾ വസ്തുതാപരമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് 2 ഉദ്യോഗസ്ഥന്മാർ, ഫിനാൻസിൻ്റെ സെക്രട്ടറിയും ഇൻഡസ്ട്രീസിൻ്റെ സെക്രട്ടറിയും അടങ്ങുന്നതാണ് ഈ ബോർഡ്. ആ ബോർഡ് യുനാനിമസ് ഡിസിഷൻ എടുത്തിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും 1-2 ആളുകൾ, ചില പത്രങ്ങളിലൊക്കെ വരുന്ന 2 പേര് മാത്രം ഇരുന്ന് തീരുമാനിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും ഒരു സംഭവം, അതൊക്കെ ഡോക്യുമെൻ്റ് ആണല്ലോ, അത് വെറുതെ പറയാൻ പറ്റും. ആരെങ്കിലും ഒരാൾ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അദ്ദേഹം കൊടുക്കുന്ന പെറ്റീഷനുകളെ പർവ്വതീകരിച്ചുകൊണ്ട് അതൊരു വലിയ സംഭവമാണെന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആര് തന്നെയായാലും അവരോട് എനിക്ക് പറയാനുള്ളത് 10 വർഷത്തെ CBI എൻക്വയറിയിൽ 3 വർഷക്കാലം ഇരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും R ചന്ദ്രശേഖരനാണ് എന്ന് പറയാൻ ഇഷ്ടമുള്ളവർ പറയട്ടെ, നല്ലതാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി 10 വർഷക്കാലം അവരിരുന്നപ്പോൾ ഈ പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്തിട്ടില്ല. അവിടെ R ചന്ദ്രശേഖരൻ എന്ത് പ്രസക്തിയുള്ളത്? ഗവൺമെൻറ്റിൻ്റെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ അന്നും ഇന്നും അധികാരത്തിലുള്ളപ്പോൾ അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീർച്ചയായും പ്രോസിക്യൂഷൻ അനുവാദം വേണം. ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രൊസീഡ് ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ R ചന്ദ്രശേഖരൻ എന്ന ഞാൻ ആ ഒരു സ്ഥാപനത്തിലിരുന്നത് കേവലം 3-ലധികം വർഷം മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസിൻ്റെ മുഴുവൻ ഉത്തരവാദി, അതോ 224 കോടി രൂപയുടെ പർച്ചേസ് നടന്ന എൻ്റെ കാലാവധിയിൽ, ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ കൊടുക്കണം, 224 കോടി രൂപയുടെ പർച്ചേസ് നടന്ന ഞാനിരുന്ന കാലാവധിയിൽ 2000 കോടി രൂപയുടെ അഴിമതി നടത്തിയ അഴിമതിക്കാരനാണ് ശ്രീ R ചന്ദ്രശേഖരൻ എന്ന് മാധ്യമങ്ങളുടെ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്. അത് ഒരേ സൈഡ് പറയാനുള്ള ആളുകളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുകയാണ്. ഇതിലൊന്നും എനിക്ക് പരാതിയില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം നടത്തും. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകൾ വരികയും UDF സർക്കാർ
അധികാരത്തിൽ വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കാതിരുന്ന പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ്. അതാണ് അടുത്ത ഒരു ഏറ്റവും വലിയ വാർത്ത. ആ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്തു. എല്ലാ മാധ്യമങ്ങളും എൻ്റെ പ്രതികരണം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും ഒന്നിച്ചേ പറയുന്നുള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ മാധ്യമങ്ങളെ കാണാൻ ഞാൻ തയ്യാറായത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ അന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് എനിക്ക് മാർക്ക് ചെയ്ത് തന്ന ഗവൺമെന്റ് ഉത്തരവാണ്. എനിക്കും ഓൺലൈനിൽ നിങ്ങൾക്കെല്ലാം കിട്ടുന്നത് അങ്ങനെ, അതുപോലെ എനിക്കും കിട്ടുന്നത്. നിങ്ങൾ ഇവിടെ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു എന്നെ കൂടി ആരോപിക്കുന്ന ഒരു വിഷയത്തിൽ കേരള ഗവൺമെന്റ് ബന്ധപ്പെട്ട കോടതിക്ക് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉത്തരവ് അല്ലേ, ജിഒ ആണ്, ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഗവൺമെന്റ് ഉത്തരവ് എൻ്റെ കൈവശം കിട്ടിയാൽ അത് നിങ്ങളോട് പറഞ്ഞു പോകുന്നത് വലിയ അപരാധമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തിനാണ് ഏതാണ്ട് 10-40ഓളം ചാനലുകളും മാധ്യമങ്ങളും ഓരോരുത്തരായി വിളിച്ച് എൻ്റെ പ്രതികരണം 12:45 രാത്രി വരെ ചോദിച്ചു. കാരണം അന്നേരം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് അയച്ചു തന്നാണ്, ഞാൻ കക്ഷിയാണിത്. എൻ്റെ കക്ഷി കോടതിയിൽ ഇത് കൊടുക്കുമ്പോൾ വേണ്ട കോപ്പി ടു 4 പേരുടെ പേര് പറയുന്നുണ്ട്. ഒന്നാരാണ്? അഡ്വക്കേറ്റ് ജനറൽ AG. ആരാ ഒപ്പിട്ടേക്കുന്നത്? കേരളത്തിന്റെ ഇൻഡസ്ട്രീസിന്റെ കശുവണ്ടി മേഖലയുടെ ചുമതലയുള്ള ശ്രീ കെ ബിജു IAS. അദ്ദേഹം ഒപ്പിട്ടേക്കുന്ന ഗവൺമെന്റ് ഉത്തരവാണ്. ഒന്നാമത്തെ ആള് AG, രണ്ടാമത്തെ ആള് സൂപ്രണ്ട് ഓഫ് പോലീസ് CBI എറണാകുളം, മൂന്നാമത്തെ ആള് KA രതീഷ്, നാലാമത്തെ ആള് R ചന്ദ്രശേഖരൻ. നമുക്ക് എറണാകുളത്ത് കോടതിയിൽ നിന്ന് വക്കീലന്മാർ അയച്ചു തരുന്നതാണ്. നമ്മളല്ലാതെ എന്ത് ചെയ്യാനൊക്കും? അഡ്വക്കേറ്റുമാർ കോടതിയിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. എല്ലാം നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ്സും ഉണ്ട്. ഒരാളെ വിചാരണ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട പേപ്പർ വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ലേ? പറഞ്ഞു തീർന്നോട്ടെ, എൻ്റെ ഭാഗം തീർന്നോട്ടെ. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതികരണം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. കേരള ഗവൺമെന്റ് കൊടുത്ത ജിഒ എന്താണെന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്ന ജിഒ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളോട് ഒന്നിച്ചായി വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപരാധമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു. 10 വർഷമായി അനുമതി കൊടുക്കില്ല. അവിടെ അനുമതി കൊടുക്കില്ല. UDF സർക്കാരാണ് അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇടതുപക്ഷത്തിൽ ആ കാലഘട്ടത്തിന്റെ മന്ത്രി അടക്കം ജീവിച്ചിരിക്കുകയാണ്. 5 വർഷക്കാലം ഇരുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ആ ഗവൺമെന്റ് അവർക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തതെന്നാണ് നിങ്ങൾ അവരോട് ചോദിക്കണം. എന്റെ ഗവൺമെന്റ് വന്നു, അല്ലെ UDF ഗവൺമെന്റ് വന്നപ്പോൾ എന്തിനാ കൊടുത്തത്? ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതെനിക്കറിഞ്ഞൂടാ. അതൊന്നും എനിക്കറിയാത്ത കാര്യം. ഗവൺമെന്റ് ഉത്തരവ് ഒപ്പിട്ടേക്കുന്നത് കെ ബിജു IAS ആണ്. അതിനകത്ത് എന്തു പറഞ്ഞാലും അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ്, എനിക്കുള്ളതല്ലല്ലോ. പർച്ചേസ്, ടോട്ടൽ പർച്ചേസ്, ഇത് നിങ്ങളോടൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൂടല്ലോ. 10 വർഷത്തെ അന്വേഷണം വരുമ്പോൾ അതിലിരിക്കും. ഒരു അഡ്വക്കേറ്റ് ഗോപിനാഥൻ ഉണ്ടായിരുന്നു ആദ്യം, അദ്ദേഹം ഇതിൽ പ്രതിയായിട്ടില്ല. ഇതൊക്കെ ഒരുപാട് വിചാരണ ചെയ്യുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നല്ലേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ കോടതി വിചാരണ ചെയ്യട്ടെ. കോടതി വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനം കൽപ്പിക്കാൻ പറ്റുമോ? അതൊന്നും ഞാൻ എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പറയാൻ പറ്റും ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ ക്രമക്കേടുകൾ നടന്നോ ഇല്ലെന്ന് എനിക്ക് എൻ്റെ സമയത്ത് അല്ലെ. ഇത് ഞാൻ ചോദിട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത കൊടുക്കുന്നു, ആ വാർത്ത തെറ്റായിപ്പോയി, അതിന് ബാക്കി പത്രമാധ്യമ പ്രവർത്തകരെല്ലാവരും അത് ഫോളോ ചെയ്ത് പോകണമെന്നാണോ പറയുന്നത്? അല്ലല്ലോ. നമ്മളെല്ലാം സ്വയം ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട, നമ്മളെ സ്കാൻ ചെയ്യേണ്ടവരാണ്. ഞങ്ങളെ തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. എന്ത് വേണേലും പറയാം. പക്ഷേ ആ പറയുന്നതിനകത്ത് ഒരു നീതി വേണം.
പറയുന്നതിനകത്തൂടെ ഒരു നീതി വേണം. ഞാൻ നിങ്ങളോട് നിങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഞാനൊരു ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി എനിക്ക് തന്ന സാധനം നിങ്ങളോട് വിശദീകരിച്ചതാണ് ഇപ്പൊ ഏറ്റവും വലിയ അപരാധം. അത് എൻ്റെ ഈ പരാതിക്കാരൻ പറഞ്ഞവർ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പരാതിക്കാരന്റെ പ്രശ്നം എന്തറിയോ, എനിക്ക് കോപ്പി കിട്ടുന്നതിന് മുമ്പ് ആർ ചന്ദ്രശേഖരന് കിട്ടി. അത് UDF ഗവൺമെന്റ് ഗൂഢാലോചനയാണ്. ഏത് ഗവൺമെന്റ് കാര്യം ആലോചിക്കാൻ ഇനിയിപ്പോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ അറിയാം നിങ്ങളോട്? എനിക്കറിയാൻ പറ്റുമോ? അറിയില്ല, അതും അറിയില്ല. നിങ്ങളല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ഒരു വളരെ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ. എനിക്കൊരു ഗവൺമെന്റ് ഉത്തരവിന്റെ കോപ്പി മാർക്ക് ചെയ്തു തരുന്നു. അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ പ്രതികരണം ചോദിച്ചുകൊണ്ടിരുന്നു, എല്ലാവരും, എല്ലാ മാധ്യമങ്ങളും. ഞാൻ പറഞ്ഞു എനിക്ക് ഓരോരുത്തരോടായിട്ടൊന്നും പറയാനില്ല. കാരണം എന്തറിയോ, എനിക്ക് അന്നേരം എൻ്റെ കയ്യിലൊരു പേപ്പർ ഇല്ല. ഞാൻ ഗവൺമെന്റ് സ്റ്റാൻഡ് എങ്ങനെ ഞാൻ പറയും? അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ അടിയന്തരമായി അന്നേരം തന്നെ തീരുമാനിച്ചാണ് എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചു. അവിടുത്തെ കേസരി മെമ്മോറിയൽ ഹാളിൽ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ 12 മണിക്ക് ശേഷമാണ്, 12 കഴിഞ്ഞാണെന്നാണല്ലോ, 12 മണിക്ക് ശേഷം ഞാൻ പത്രസമ്മേളനം നടത്തി. അവിടെ ഏതാണ്ട് 80ഓളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ എൻ്റെ ആ അഭിപ്രായങ്ങൾ പറയണ്ടേ? ആ പറയുന്നതിന് എൻ്റെ കൈ കിട്ടിയ ഡോക്യുമെന്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് മാർക്ക് ചെയ്ത് തന്നതിന് ഞാൻ എന്താ അവരോട് ചോദിക്കണം. ഈ വിഷയം കോൺഗ്രസിനകത്ത് താങ്കളെ വേട്ടയാടാൻ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഇതിനേക്ക് പരാതി കൊടുത്ത ആള് ഒരു വലിയ നേതാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പരാതിക്കാരന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഈ കാണും. അദ്ദേഹത്തിനോട് ചോദിക്കുക എന്താണ് അദ്ദേഹത്തിന്റെ വിഷയം. ഈ 17 വർഷക്കാലം ഒരേ ഒരു സ്ഥാപനത്തിനെതിരെ എന്തിനാണ് അദ്ദേഹം കേസ് പറയുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എങ്ങനെയാണ് ഈ കേരളത്തിൽ മുതൽ ഡൽഹി വരെ സുപ്രീം കോടതി വരെ ഇത്രയും കാലം കേസ് നടത്തുന്നത് എങ്ങനെയാണ്? അവിടെ പോലീസിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് 1 രൂപയുടെ വരുമാനമില്ല. എനിക്കൊന്നുമില്ലെങ്കിൽ നല്ലൊരു സംഘടനയുണ്ടല്ലോ. ഞാൻ ഓരോ രൂപ ചോദിച്ചാലും എനിക്ക് കൃത്യമായിട്ട് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എൻ്റെ സംഘടന. എൻ്റെ സംഘടനയുടെ യോഗമാണ് ഇവിടെ കടന്നത്. എനിക്ക് എന്താവശ്യം വന്നാലും അവരെന്നെ പൂർണ്ണമായിട്ട് സഹായിക്കും. ഒരു സംശയമൊക്കെ കരുതി വേണ്ട. അപ്പം ഞാനിതൊക്കെ എൻ്റെ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഞാൻ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ ഉണ്ടായിരുന്ന ആള്. പരാതിക്കാരന്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കും. ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വേട്ട എന്നെ ആരും വേട്ടയാടാൻ ഒരിക്കലുമില്ല. അത് കാരണം പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കുമ്പോൾ ആ പ്രോസിക്യൂഷൻ നേരിട്ടാൽ എൻ്റെ പ്രശ്നം തീരുമല്ലോ. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ലല്ലോ. ആണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? പ്രോസിക്യൂഷൻ അനുവാദം കിട്ടിയാൽ അത് ശിക്ഷയെന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനിവിടെ നിന്ന് നമ്മുടെ യോഗത്തിൽ തന്നെ 4 വക്കീലന്മാർ പങ്കെടുത്തത്. അവരോടൊക്കെ ഞാൻ ചോദിച്ചു. എനിക്കിത് കാരണം ഞാൻ അഡ്വക്കേറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു. പ്രോസിക്യൂഷൻ ഇപ്പോഴും നിൽപ്പുണ്ട് ഒരു വക്കീൽ അവിടെ നിൽപ്പുണ്ട്. പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ പ്രൊറോഗേറ്റീവാണ്. അദ്ദേഹം ഗവൺമെന്റ് അധികാരമാണ്. അതിൽ ആ ഗവൺമെന്റ് അധികാരം വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കുമ്പോൾ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സന്തോഷമുണ്ട്. 3-4 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര. പിന്നെ നിങ്ങളാണ് ഇതിന്റെ മാനങ്ങൾ തീരുമാനിക്കുന്നത്. അതിനകത്തെ ഓളങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങളാണ്. അത് നിങ്ങളുടേതായ താല്പര്യമാണ്. ആര് പറഞ്ഞു? ഏത് ഹരിദാസ്? അതിപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഇബ്രാഹിംകുട്ടി എന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റോട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട് എറണാകുളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, 25 വർഷം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഏത് INTUCയുടെ കാര്യമാണ് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. പിണറായി INTUC എന്ന് പറഞ്ഞ് ഞാനിന്ന് ഇവരെ കേട്ടിട്ടില്ല. ഈ പിണറായി വിജയനോട് ഞാൻ എത്രയോ യോഗങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് മിണ്ടുന്നത് ഒരു അപരാധമാണെന്ന് ഞാൻ കരുതുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനോട് പിണറായി വിജയൻ സംസാരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു അപരാധമാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത്ര
ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സിപിഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതിനെങ്കിൽ ആ വിഭാഗത്തുണ്ടായിരുന്ന സിപിഎം നേതാക്കൾ അഴിമതി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തമാണ്. അതിന്റെ ആരോപണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയം പരാതിക്കാരൻ കോടതി കൊണ്ടുവന്ന സമ്പ്രദായം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. എല്ലാം കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തി, കാരണം നിങ്ങളെ വിശദീകരിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു പരാതി ഒരു സ്ഥാപനത്തെക്കുറിച്ച് വന്നാൽ ആ പരാതി കൊടുക്കുന്നവരും പരാതിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രതിഭാഗത്ത് നിൽക്കേണ്ടി വരുന്നവരും ഇവർ രണ്ടുപേരുമായിട്ടാണ് മാധ്യമങ്ങൾ സംവദിക്കുന്നത്. തർക്കമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം അതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ചില ചാനലുകൾ പരാതിയും അവരോട് ചോദിച്ചു നിൽക്കുന്ന ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് അരമണിക്കൂർ 1 മണിക്കൂർ ചർച്ചയാണ്. നല്ല കാര്യം, അതൊക്കെ കാരണം എൻ്റെ പേര് അങ്ങനെയെങ്കിലും കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഒരു തർക്കമില്ല. ഞാനീ പറയുന്നത് അദ്ദേഹം ചോദിച്ചതിന് മറുപടി അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് ഞാനല്ല. അത് വിചാരണ സമയത്ത് കോടതിയാണ് സാക്ഷിമൊഴികളുടെയും റെക്കോർഡുകളുടെയും വാദപ്രതിവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ കോടതിയാണ് അതിൽ ഈ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ, അതിനെന്ത് ശിക്ഷ കൊടുക്കണം, അതോ വെറുതെ വിടണം, ഇതാരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരോടൊന്നും തീരുമാനിക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ ആരോപണമേ ഇല്ല. അവിടെ എന്നോട് പറഞ്ഞതില്ല, എന്നോട് എൻ്റെ സർക്കാർ, അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചു. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്നെ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാക്കുന്നത്. ഞാൻ കൊല്ലത്തുകാരൻ കൂടിയാണ്. അന്ന് എനിക്ക് തന്ന നിർദ്ദേശം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ ഉമ്മൻചാണ്ടി രണ്ടുപേരും, മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും, എനിക്ക് നൽകിയ കർശനമായ നിർദ്ദേശം കശുവണ്ടി തൊഴിലാളികൾക്ക് കുറെ കാലങ്ങളായി ഈ നമ്മുടെ ഒരു INTUC കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പം INTUCയുടെ എൻ്റെ ഒരു മുൻഗാമി, ഒരു സംസ്ഥാന പ്രസിഡന്റ് 5 വർഷം അതിൻ്റെ ചെയർമാനായിരുന്നു. നിങ്ങൾ അതോടൊക്കെ ഒന്ന് ചോദിക്ക്. ആ കാലഘട്ടത്തിൽ അവിടെ ആർക്കെങ്കിലും 10 ദിവസം പണി കൊടുത്തോന്നുകൂടെ ചോദിക്ക്. നമ്മളെ ഒരാള് എന്നോട് ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജോലി കൊടുക്കണം, അവർക്ക് പരമാവധി തൊഴിൽ കൊടുക്കണം. അതിന് നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ കോർപ്പറേഷന് CBI കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റോർ പർച്ചേസ് മാനുവൽ കംപ്ലൈ ചെയ്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ കമ്പനിയെ അതിൽ നിന്ന് 1994 മുതൽ ഈ കമ്പനി അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താ, നമുക്ക് കേരളത്തിലുണ്ടാവുന്ന തോട്ടണ്ടി തല്ലി പരിപ്പാക്കി 810 കശുവണ്ടി ഫാക്ടറികൾക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ ഒരു കാലത്തും നടക്കത്തില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ തോട്ടണ്ടി സംഭരിച്ച് കൊണ്ടുവന്നേ തൊഴിൽ കൊടുക്കാൻ കഴിയൂ. കശുവണ്ടി തല്ലുന്ന തൊഴിലാളിക്ക് കശുവണ്ടി കിട്ടിയാലല്ല കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വിദേശങ്ങളിൽ ഓരോ രാജ്യത്ത് ഓരോ സീസണിൽ തോട്ടണ്ടി വിളയുമ്പം ഇവിടെ സ്റ്റോർ പർച്ചേസ് മാനുവലും ഇവിടുത്തെ പരിശോധനകളും ഒക്കെ ആയിട്ടിരുന്നാൽ തോട്ടണ്ടി കോർപ്പറേഷൻ കിട്ടത്തില്ല, ആണുങ്ങൾ അത് കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നിങ്ങളോട് തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, കാരണം എന്താ പറയുക, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ ബയാസ്ഡ് അല്ല എന്നെനിക്ക് തോന്നുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാവണം. തോട്ടണ്ടി വിളയുന്ന രാജ്യങ്ങളിൽ ആ സമയത്ത് തോട്ടണ്ടി ശേഖരിച്ചില്ലെങ്കിൽ കോർപ്പറേഷനും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ടെൻഡർ കൊടുക്കുന്നു, ടെൻഡർ കൊടുത്ത് ഇത് പ്രോസസ്സ് ചെയ്യുന്നു. ഞാൻ എൻ്റെ സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം, സിംഗിൾ ടെൻഡറിൽ ഒരിക്കലും ഇത് അനുവദിച്ചിട്ടില്ല. ഒരു ടെൻഡർ വിളിച്ച് ഒരു പ്രധാന സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ 4 മാസം ഈ കമ്പനികൾ പൂർണ്ണമായി അടച്ചിട്ടു. എനിക്ക് മനസ്സിലായി ഇത് രോഗം എന്താണെന്ന് നല്ലപോലെ മനസ്സിലാവുന്ന ആളാണ്, ട്രേഡ് യൂണിയനൊക്കെ നിൽക്കുന്ന ഞാൻ. അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ CITU യൂണിയൻ, ആ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മേജർ യൂണിയനാണ്. CIT യൂണിയൻ നിരന്തരമായി 30 കമ്പനികളുടെ മുമ്പിൽ സമരം ആരംഭിച്ചു. 30 കമ്പനികളുടെ മുമ്പിൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്നവർ കൊടുക്കുക. 30 കമ്പനികളുടെ മുമ്പിൽ നിരന്തരമായി സമരം മുന്നോട്ട് പോയപ്പോൾ തൊഴിലാളികളുടെ മനോഭാവം എപ്പോഴും സമരത്തിന് അനുകൂലമാകും. അങ്ങനെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും എന്നെ വിളിപ്പിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു. എനിക്കിതൊക്കെ മനസ്സിലാവുന്ന ആളാണ്, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ രാജിക്കത്ത് കൊടുത്തു, എനിക്ക് വയ്യ, ഇത് ഞാനില്ല. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായം, എൻ്റെ കയ്യിൽ ഇതെല്ലാം ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയ ഒരു നേതാവാണ്. രാജിക്കത്ത് കൊടുത്തപ്പോൾ അവർ രണ്ടുപേരോട് എന്നെ വിളിപ്പിച്ചു. ചന്ദ്രശേഖര, അങ്ങനൊന്നും പറ്റത്തില്ല, ഇതെന്താണ് ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും രാജിവെക്കണ്ട, ഈ സ്ഥാപനം നടത്തിയേ പറ്റൂ. ഓണം അടുത്ത് വരുന്നു, ഓണക്കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി കൊടുത്തേ പറ്റൂ. അങ്ങനെ നിർബന്ധിച്ച് ക്യാബിനറ്റ് കൂടുന്ന ആ ക്യാബിനറ്റ് ഹാളിൻ്റെ പുറത്ത് എന്നെ വിളിച്ചു വരുത്തിയിട്ട് കൊല്ലത്തിൻ്റെ അന്നത്തെ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണും വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഞാൻ ഇതൊക്കെ പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ പറയുക, പുറത്തിറങ്ങി വന്ന് ക്യാബിനറ്റ് തീരുമാനം എടുത്ത് പുറത്തിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ക്യാബിനറ്റ് തീരുമാനിച്ച് 30 കോടി രൂപ നിങ്ങൾക്ക് തരും.
പെട്ടെന്ന് ടെൻഡർ വിളിച്ച് ഈ എന്താണ് കമ്പനികൾ തുറക്കണം. ഈ നിർദ്ദേശം കിട്ടിയിട്ട് 30 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂണിയനുകളുടെ യോഗം വിളിച്ചു. എൻ്റെ യോഗത്തിൽ CITയുടെ നേതാവ് പങ്കെടുത്ത ആരാണെന്നറിയാവോ? സഖാവ് മേഴ്സിക്കുട്ടിയമ്മ, ആ യൂണിയന്റെ പ്രസിഡന്റ്. അത് കഴിഞ്ഞ് കശുവണ്ടിയുടെ മന്ത്രിയായ സ്ത്രീയാണ്. അവരുൾപ്പെടെ പങ്കെടുത്തിട്ട് ആ അന്തരിച്ചു പോയ കൊല്ലം DCC പ്രസിഡന്റ് സത്യശീലൻ, INTUCയുടെ എൻ്റെ ബോർഡ് മെമ്പറായിരുന്നു, അവരടക്കം വിളിച്ചു കൂട്ടി ചർച്ച ചെയ്തിട്ട് ഗവൺമെന്റിന്റെ വാക്ക് പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ കമ്പനി തുറക്കാൻ 17/8/2015 കമ്പനി തുറക്കുമെന്ന് തീരുമാനിക്കുന്നു. 17/8/2015 ആ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായി ടെൻഡർ വിളിക്കുന്നു. ടെൻഡർ വിളിച്ച് ഒരു ടെൻഡർ മാത്രം വന്നപ്പോൾ ആ ടെൻഡർ ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത ടെൻഡർ വിളിക്കുന്നു, വേറെ ഒരാൾ. രണ്ടാമത്തെ ടെൻഡറിലും ഈ ഒരാൾ വരുന്നു. ഞാൻ സർക്കാരിനോട് ചോദിച്ചു എന്ത് വേണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞു എന്തായാലും ശരി, ഇത് തൊഴിലാളിക്ക് ജോലി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൈസ, ക്യാബിനറ്റ് പാസ്സാക്കിയ പൈസ, KM എബ്രഹാം എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അന്നത്തെ ഫിനാൻസ് സെക്രട്ടറിക്ക് ആ പൈസ റിലീസ് ചെയ്യുന്നില്ല. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, വ്യവസായ മന്ത്രി ഒന്നിച്ചു കണ്ടു. അദ്ദേഹം വിളിപ്പിച്ചു ഫിനാൻസ് സെക്രട്ടറി, ക്യാബിനറ്റ് തീരുമാനിച്ച പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കൊടുക്കത്തില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തു. പാർട്ടി ഇടപെടുന്നു. KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ, അതുപോലെ തന്നെ UDF കൺവീനറായിരുന്ന PP തങ്കച്ചൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ഉമ്മൻചാണ്ടി, ഞങ്ങൾ KPCC ഓഫീസിൽ ചർച്ച നടക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു ഫിനാൻസ് സെക്രട്ടറി ഈ പണം കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം? എൻ്റെ രാജി അംഗീകരിക്കുന്നില്ല, ഈ കമ്പനി തുറക്കുകയും വേണം. ഞാൻ വാക്ക് കൊടുത്ത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നു. എന്ത് നിലപാടെടുക്കണം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അതിനാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ, അല്ലാതെ പിണറായി വിജയനെ കൊണ്ടുവന്ന് പായസം കുടിക്കാൻ വേണ്ടി ഇരുന്നതല്ല. ഞാനവിടെ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം പറയും, വേറെ മാർഗമില്ല. എൻ്റെ രാജി അംഗീകരിക്കുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചേ അടക്കമുള്ളൂ. ചെയ്യാൻ തീരുമാനിച്ചു, പണം തരത്തില്ല. അപ്പം എന്ത് ചെയ്തു? ഞാൻ നിരാഹാരം അനൗൺസ് ചെയ്തു. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ചെയർമാൻ ഈ ദുർഗതി വരുന്നത്. നിരാഹാര പന്തലിലേക്ക് ആരൊക്കെ വരുന്നു? കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവരും. നിരാഹാര പന്തലിലേക്ക് കാനൻ രാജേന്ദ്രൻ വരുന്നു. നിരാഹാര പന്തലിലേക്ക് കുമ്മനം രാജശേഖരൻ വരുന്നു. സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി വരുന്നു. നിങ്ങളെല്ലാം ഓർക്കുന്നത് പിണറായി വിജയൻ വന്നത് മാത്രമേ ഓർക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ അതിൻ്റെ ഡോക്യുമെന്റ്, ഫോട്ടോസ് ജോസഫിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ വേദിയിൽ K. സുരേഷ് ബാബു ഇരിപ്പുണ്ട്. പിണറായി സഖാവ് വന്ന വേദിയിൽ K. സുരേഷ് ബാബു ഇരിപ്പുണ്ട്, സമരത്തിന് പിന്തുണ അറിയിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ആർക്കായി പരാതി? എനിക്ക് നാരങ്ങ നീര് തന്നാരാന്നറിയോ? ഈ 30 കോടി രൂപയുടെ വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് അടക്കം രേഖപ്പെടുത്തിയ പേപ്പർ കൊണ്ടുവന്ന് രാത്രി 8 മണിക്ക് എൻ്റെ സമരപ്പന്തലിൽ വന്ന് KPCC പ്രസിഡന്റ്, നിങ്ങളുടെ തൃശ്ശൂർ ജില്ലക്കാരൻ ശ്രീ VM സുധീരനാണ് എനിക്ക് നാരങ്ങ നീര് തന്ന് ആ സമരം അവസാനിപ്പിച്ചത്. മാധ്യമങ്ങൾക്കൊരു സാമാന്യ നീതി വേണ്ടേ? ഒപ്പിട്ടത് ചീഫ് സെക്രട്ടറി. ഈ ഫിനാൻസ് സെക്രട്ടറിയുടെ മോളിൽ ചീഫ് സെക്രട്ടറി ഒപ്പിടുന്നു. ആരാ? ജിജി തോംസൺ എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളൊരു നീതി പുലർത്തണ്ടേ നമ്മളുടെയൊക്കെ? ഞാനെന്തോ ഈ ജീവിതം മുഴുവൻ അഴിമതിക്കാരൻ വല്ലതും? ഒരു പൈസയുടെ അഴിമതി, ഒരു പിരിവ് നടത്താത്ത ആളാണ് ഞാനൊരു ആഫീസ് പണിഞ്ഞു. ചോദിച്ചു നോക്കി, 2 വാഹന ജാഥ നടത്തി. എൻ്റെ ജില്ലാ കമ്മിറ്റികൾ 4 കോടി രൂപ വിലയുള്ള ആഫീസ് പണിഞ്ഞു. 73 വർഷങ്ങൾക്ക് ശേഷമാണ് INTUCക്ക് തിരുവനന്തപുരത്തൊരു ഓഫീസ്. അത് പൊളിപ്പിക്കാൻ അരയടിയാണ്ട് കോൺട്രാക്ട് പണിച്ചപ്പോൾ ലിഫ്റ്റ് ഇച്ചിരി നീണ്ടു തിരുന്നു പോയി. നിങ്ങൾ ആലോചിക്കണം. ആ നീണ്ടിരുന്നത് പൊളിപ്പിക്കാൻ കോർപ്പറേഷൻ പരാതി കൊടുത്തു, ഓംബുഡ്സ്മാന് പരാതി കൊടുത്തു. പരാതി കൊടുത്തവന്മാരാണ് നിങ്ങൾ ഈ പറഞ്ഞ ആരാണ്ട് INTUCക്കെതിരെ. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കേന്ദ്ര INTUC ആണ് ഈ കേരള സംസ്ഥാനത്തിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ സംഘടനയെ അപമാനിക്കാനും ഈ സംഘടന ഇല്ലാതാക്കാനും മറ്റു സംഘടനകളുടെ ഒപ്പം ചേർന്ന് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആരായാലും ശരി, കേരള INTUC അത് നേരിടുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസും അതിലില്ല. ഏത് വിചാരണയും ഞങ്ങൾ നേരിടും. ഏത് വിചാരണ നേരിടാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വേണ്ട, അതുകൊണ്ടാണ് UDF സർക്കാർ ഈ അനുമതി കൊടുത്തപ്പോൾ അതിനെ ഞാൻ സർവാത്മന നിങ്ങളുടെ മുമ്പിൽ സ്വാഗതം ചെയ്തു. പിന്നെ അതിനകത്ത് ഏത് വാക്കെഴുതി വെച്ചോ ഇല്ലെന്നൊക്കെ അത് ഗവൺമെന്റിനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? അതാരാ? വിമതോ? എനിക്കറിയാം. അല്ലല്ല, അദ്ദേഹത്തെ INTUCയുടെ 17 ലക്ഷം മെമ്പർഷിപ്പുള്ള സംസ്ഥാനമാണ് കേരളം. അതിലൊക്കെ ഉള്ള ആളുകൾക്ക് പലർക്കും അഭിപ്രായവ്യത്യാസം ഉണ്ടാവും, എന്നോടുണ്ടാവും. തീർച്ചയായിട്ടും ഒരു സമരത്തിനും കണ്ട് അവിടെ വന്ന് ആ ഓഫീസ് പൊളിപ്പിക്കാൻ വന്നു. ഒരു ജാഥ നടത്തി 5000 പോലീസും 30 പ്രകടനക്കാരും കൂടെ വന്നു. ലാസ്റ്റ് വന്നപ്പോൾ അദ്ദേഹം തന്നെ കുഴഞ്ഞു വീണുപോയി.
അദ്ദേഹത്തിന് പിന്നെ ആംബുലൻസിൽ അവിടെ നിന്ന് കൊണ്ടുപോയത്. ഞാനിതൊന്നും നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളിങ്ങനെ RM പരമേശ്വരൻ, KP ഹരിദാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളൊന്ന് NDC-ൽ 17 ലക്ഷം ആളുകളുണ്ടല്ലോ. പരിപൂർണ്ണ പിന്തുണയാണ് സെൻട്രൽ ബാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനല്ലല്ലോ അത് പറഞ്ഞു. INDC ഞാൻ പറഞ്ഞല്ലോ, ഒരു ശക്തിക്കും കേരളത്തിലെ INDC-യെ തകർക്കാൻ കഴിയില്ല. ആരുമില്ല. കോൺഗ്രസിന്റെ ഭാഗമാണ് ഞാനും. ഞാൻ AICC മെമ്പറാണ്, KPCC മെമ്പറാണ്. അത് സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് പേരില്ലേ? അതിൽപ്പെട്ട ഒരാളിന് സ്ഥാനാർത്ഥിത്വം ഒരു കിട്ട്. ഈ ഞാൻ പറയുന്നത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിയാകാൻ എന്നെക്കാളൊക്കെ എത്രയോ യോഗ്യന്മാരുണ്ട്. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. അവരുടെ അല്ല, ഞങ്ങളുടെ INDC-യുടെ പ്രവർത്തകരായിട്ട് എത്ര പേര് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. K. കരുണാകരൻ കേരളത്തിന്റെ 4 നിങ്ങൾ മറന്നു പോകരുത്, അതുകൊണ്ട് പറയുന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മുൻഗാമിയായി നിന്ന K. കരുണാകരൻ എന്ന് പറഞ്ഞ ആദരണീയനായ ലീഡർ കേരളത്തിന്റെ ചരിത്രം കുറിച്ച മനുഷ്യനാണ്. ഇപ്പൊ ആരും ഓർക്കുന്നില്ല, അത് വേറെ കാര്യം. K. കരുണാകരൻ 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, 3 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി. ആരും ഇപ്പൊ ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ CM സീമൻ കേന്ദ്രമന്ത്രിയായി. അടുത്ത പേര് പറയാം, VK നായർ 2 പ്രാവശ്യം MP ആയി. ഞാനൊരു കാര്യം നിങ്ങൾ ഒരു മിനിറ്റ് അതല്ല, ഒരു മിനിറ്റ് നിങ്ങൾ എന്നെ കുറിച്ച് ഒരു കൺസേൺ പറയുമ്പോൾ എനിക്ക് അതിന് സത്യമായി മറുപടി പറയണ്ടേ? ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ KSU പ്രവർത്തനം തുടങ്ങുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 13ാമത്തെ വയസ്സ്. KSU ആയി, യൂത്ത് കോൺഗ്രസ് ആയി ഒരു ജോലി എനിക്ക് വെള്ളൂർ കിട്ടുമ്പോഴാണ് ഞാൻ INDC ആവുന്നത്. 1978 മാർച്ച് 20 ശേഷമാണ് ഞാൻ INDC ആവുന്നത്. ആ INDC-ൽ എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി. ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സ്ഥാപനങ്ങളുടെ വൈസ് ചെയർമാനും ബോർഡ് മെമ്പറും ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ എന്നെ ഒന്ന് അംഗീകരിക്കണ്ടേ? കേരളത്തിൽ നിന്ന് ആദ്യം ഞാൻ പറയട്ടെ, എൻ്റെ സംഘടന എന്നെ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു മലയാളി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഗവേണിംഗ് ബോഡിയിൽ എലക്റ്റഡ് മെമ്പറായി ഞാൻ മത്സരിച്ച് ജയിച്ചതാണ്. 120 ജോസഫിന്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വിഷമമുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഇപ്പൊ ഇല്ല, അതൊക്കെ പണ്ട്. അതിനേക്കാളൊക്കെ ശക്തമായ സംഘടനകൾ കോൺഗ്രസിനുള്ളത് കൊണ്ട് പ്രയോറിറ്റി പോകുന്നതാണ്. കാണുമായിരിക്കും, അവരല്ലേ പറയുന്നത്. അത് അവരല്ലേ പറയുന്നത്. എനിക്ക് ഗ്രൂപ്പായിട്ട് ഒരു ബന്ധമില്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ കൃത്യമായി പറഞ്ഞ ആളാണ്. അതിന്റെ പേരിൽ ഗുണം വന്നാലും ദോഷം വന്നാലും അനുഭവിക്കാൻ എന്നും ഞാൻ ധൈര്യമായി അഭിപ്രായം പറയുന്ന ആളാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഞാൻ പറഞ്ഞ ആളാണ്. അപ്പൊ എന്നോട് ഇനി ഗ്രൂപ്പ് ഒന്നും ചോദിക്കരുത്. Okay.